സംസ്ഥാനത്ത് BJP ഘടകം ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. BJPക്കാരിപ്പോൾ വലിയ ഉന്മേഷത്തിലാണ്, ആവേശഭരിതരുമാണ്. ഞെട്ടിത്തരിക്കുമ്പോൾ ഉന്മേഷവും ആവേശഭരിതരുമാകുന്നത് എങ്ങനെ എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഇത് അത്തരത്തിലുള്ള ഒരു ഞെട്ടലാണ്. BJP 2026 അധികാരത്തിൽ വരുമെന്ന് അമിത്ഷാ പറഞ്ഞു. അതെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിലര് തലങ്ങും വിലങ്ങും ഒക്കെ ആലോചിക്കുകയും ഗണിതശാസ്ത്രങ്ങളൊക്കെ പല രീതിയിൽ മാറ്റിമറിച്ച് നോക്കുകയും ചെയ്തു. ഉത്തരം കണ്ടെത്തുന്നില്ല. പിന്നെ ഇത്ര സീറ്റ് നേടും എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു പക്ഷേ ശരിയായിരിക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് ഏതാണ്ട് 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനം, 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനം, അത് കൂട്ടിയും കിഴിച്ചും ഒക്കെ എവിടെങ്കിലും ഒക്കെ ഒന്ന് എത്തിക്കാം. പക്ഷേ CPIയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുക. ആ നഗരിയിൽ നിന്നുയർന്ന ഒരു ശബ്ദം, പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ തന്നെയാണ് ആ ശബ്ദം. കേരളത്തിൽ BJP അത്ഭുതകരമായ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? CPM പറഞ്ഞു കഴിഞ്ഞാൽ CPM ഇവരുമായിട്ട് എന്തോ ചില ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഒരു അന്തർധാരണ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങ് വിലയിരുത്തപ്പെടും. ഇതെപ്പോഴും BJPയുടെ വളർച്ചയിൽ BJP ഇവിടെ പ്രവേശിച്ച നാൾ മുതൽ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് CPIക്കാണ്. ആദ്യമേ നമ്മൾ പറയട്ടെ, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം അത് കോൺഗ്രസിൻ്റെയും CPIയുടെയും കയ്യിലൊക്കെ ഇരുന്നതാണ്. മാറി മാറി വന്ന് M. ഗോവിന്ദൻ നായർ, PK വാസുദേവൻ നായർ, KV സുരേന്ദ്രനാഥ്, പന്നിയൻ രവീന്ദ്രൻ ഇവരൊക്കെ ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് ചാൾസ്, പിന്നെ VS ശിവകുമാർ, കരുണാകരനും ജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ മാറി മാറി വന്നിട്ടുള്ളതാണ്. അങ്ങനെ ആ CPI ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലം തൊടാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. BJPയാണ് വലിയ മുന്നേറ്റം കുറിച്ചത്. തൃശ്ശൂരിലെ ഒരു ദേശീയ തലത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ്, അതുപോലും കൈമോശം വന്നുപോയി. അവിടെ ജയിച്ചിരിക്കുന്നതോ BJP. അങ്ങനെ CPIക്ക് CPM കാരണം പല നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ബിനോയ് വിശ്വത്തിന്റെ വിലയിരുത്തൽ ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. മുമ്പൊരിക്കൽ MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു, പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പോലും BJP കടന്നു കയറി കഴിഞ്ഞു എന്ന്. അവരുടെ പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പോലും, അതായത് കണ്ണൂർ ജില്ലയിലെ പല പാർട്ടി ഗ്രാമങ്ങളിലും. MV ഗോവിന്ദൻ പറഞ്ഞപ്പോഴും ഇത് ആ സമയത്തൊരു കാര്യമായിട്ട് എടുത്തു പലരും. പക്ഷെ അതിന്മേലുള്ള ചർച്ചയൊന്നും ഉണ്ടായില്ല. അത് ഏറെ നാളുകൾക്ക് മുമ്പാണ് പറഞ്ഞത്. ഇപ്പോൾ BJP ഏറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമം അതിൻ്റെതായ തരത്തിൽ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സീറ്റ് നേടും, കേരളം ഭരിക്കും എന്നൊക്കെ അമിത്ഷാ പറഞ്ഞതിൻ്റെ പിന്നാലെയാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് 1.5 മാസത്തോളം ആകാൻ പോകുന്നു. അതിന് പിന്നാലെയാണ് ബിനോയ് വിശ്വം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കാര്യഗൗരവമുള്ള ഒരു പ്രസ്താവന തന്നെ അല്ലേ? അല്ലാതെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇവിടെ വളരുന്നു എന്നല്ല എടുത്തു കാട്ടിയിരിക്കുന്നത്. BJP വളരുന്നു, ശരിയാണ്. ആ BJP വളരുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നത്. 2024 കൈവിട്ടു പോയിട്ടുള്ള മുഴുവൻ വോട്ടുകളും തിരികെ ഞങ്ങൾക്കും ഹിന്ദു പ്രേമമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് മുഴുവൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭഗീരഥ പ്രയത്നം എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ചു കിട്ടുമെന്നൊന്നും വലിയ പ്രതീക്ഷയില്ല.
പക്ഷെ ഒന്നിറങ്ങി നോക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശ സമയത്ത് 2 വോട്ടിനും 4 സീറ്റിനും വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റില്ല എന്ന് ആക്രോശിച്ചു കൊണ്ടിരുന്ന പിണറായി വിജയൻ പിന്നീട് നവോത്ഥാന മതിൽ കെട്ടുന്നു, നവോത്ഥാന നായകനാകാൻ ശ്രമിക്കുന്നു. പ്രേംജിയും VT ഭട്ടതിരിപ്പാടിനും ഒക്കെ ശേഷം താനാണ് കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന നായകൻ എന്നുള്ള ഒരട്ടിപ്പേറിനു വേണ്ടി ഇതൊക്കെ കാട്ടിക്കൂട്ടി. വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2019 തെരഞ്ഞെടുപ്പ് മുതൽ കാര്യമായ ഇടിവ് സംഭവിച്ചു. 21 വിജയം മറ്റുന്നത് നിയമസഭയിലേക്കാണ്. അത് കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു അനുകൂല തരംഗം ഉണ്ടായി എന്ന് മാത്രം. ദുരന്തങ്ങളൊക്കെ അനുകൂല സാഹചര്യത്തിലേക്ക് മാറ്റി എന്നുള്ളത് കൊണ്ട് കിട്ടിയതാണ്. 24 ജനം ഒന്നുകൂടെ തിരിച്ചറിഞ്ഞു ആ പോയ വോട്ടുകൾ ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വക വെക്കേണ്ട, തിരിച്ചു വരുമെന്നുള്ളത്. അയ്യപ്പന്റെ പേരിൽ ഒന്ന് നോക്കുകയാണ്. അയ്യപ്പൻ കടാക്ഷിച്ചാൽ പിണറായി വിജയൻ 3ാമതും വരും എന്നുള്ളത് ആരോ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പനെ എങ്ങനെ അയ്യപ്പനിൽ നിന്ന് എങ്ങനെ കടാക്ഷം നേരിടാം എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഗമത്തിലേക്ക് പോയത്. CPI ശബരിമല വിഷയത്തിലൊന്നും അങ്ങനെ കയറി ഇടപെടുന്നില്ല. പക്ഷെ CPIക്ക് മനസ്സിലാകുന്നുണ്ട് വലിയ നഷ്ടം സംഭവിക്കാൻ പോവുകയാണ്. അത് മുങ്ങിത്താഴുന്ന കാരണം BJP നല്ല സ്പേസ് പിടിക്കുമ്പോൾ CPI ഇവിടെ അപ്രസക്തമാകും. CPIക്ക് വോട്ട് കിട്ടാത്ത അവസ്ഥയിൽ പാർലമെന്റിൽ ദയനീയ പരാജയം 4 മണ്ഡലത്തിലും നേടിയതുപോലെ കേരള നിയമസഭയിലും CPIക്ക് കൊടുക്കുന്ന സീറ്റുകൾ വിജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകും. മേൽവിലാസം പോലും നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നുണ്ട്. 2 രീതിയിലായിരിക്കും CPIക്ക് പതനം സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, പിണറായി വിരുദ്ധ തരംഗം, ഭരണവിരുദ്ധ തരംഗം ശക്തമായി നിൽക്കുമ്പോൾ അത് CPM-നും CPM നയിക്കുന്ന LDF-ലെ ഘടകകക്ഷികൾക്കും അത് ബാധിക്കും. ഒറ്റയാൾ പട്ടാളങ്ങളായിട്ടുള്ളവർക്കൊക്കെ തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. 2, BJPയുടെ കടന്നുകയറ്റം. BJP എത്രത്തോളം സ്പ്രെഡ് ചെയ്ത് കയറിയോ അത് CPIയെയും ബാധിക്കും. കോൺഗ്രസിന് വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണഭോക്താക്കളായിട്ട് കോൺഗ്രസ്മാരും CPI ഒക്കെ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. CPIയുടെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ അതിനിശ്ചിതമായ വിമർശനമാണ് ഉയർന്നത്. അതായത് ഭരണത്തിനെതിരെ ഇടതുപക്ഷ LDF ഭരണമെന്നല്ല പറയുന്നത്, പിണറായി ഭരണം, പിണറായി സർക്കാർ എന്നാണ് പറയുന്നത്. അതുപോലും അവരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ CPI പറയുന്നുണ്ട് 3ാം വട്ട LDFന് അധികാരം വേണ്ട, പുറത്തു നിൽക്കട്ടെ. കാരണം 3ാം വട്ടം ഭരണത്തിലേക്ക് ഭരണം കിട്ടുമെന്ന് തന്നെ സംശയമാണ്. അത്തരത്തിലുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള പ്രവർത്തനം വേണ്ട. അതിനു മുമ്പ് എല്ലാം തകരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. എന്തായാലും BJP ക്യാമ്പുകളിൽ ഉത്സവ അന്തരീക്ഷം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.